ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഉള്ളിൽ നല്ല സോഫ്റ്റും അതുപോലെ പുറം നല്ല ക്രിസ്പിയായ ഒരു ചിക്കൻ ഫ്രൈഡ് റെസിപ്പി നോക്കാം. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനൊരു 250 ഗ്രാം ചിക്കൻ എടുത്ത് വച്ചിട്ടുണ്ട്. കഴുകി വൃത്തിയാക്കി വച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇത് ഒരു കുക്കറിലിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഈ ചിക്കൻ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരല്പം മഞ്ഞൾപ്പൊടിയും ഒരല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് അടച്ചു വച്ചിട്ട് ഒരു വിസിൽ വരുന്നത് വരെ വേവിക്കുക. ഒരു വിസിൽ വന്നാൽ ഇത് ഓഫ് ചെയ്തിടാം. ഇതിൽ വെള്ളമൊന്നും ഒഴിക്കേണ്ട കാര്യമില്ല. ഓൾറെഡി ചിക്കനിൽ വെള്ളം ഉണ്ടാവും. വെള്ളം ഇല്ലയെന്ന് തോന്നുന്നുണ്ടെങ്കിൽ 1 സ്പൂണോ 2 സ്പൂണോ ഒഴിച്ചാൽ മതി. ഇതിപ്പോൾ ചിക്കൻ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പം ഞാൻ ആ ചിക്കൻ വെള്ളം കളഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതിനുള്ള മസാല തയ്യാറാക്കുകയാണ്. അതിനായിട്ട് ഒരു 2 സ്പൂൺ കോൺഫ്ലോർ എടുക്കുക. അതിലേക്ക് 1 സ്പൂൺ മുളക് പൊടി ചേർക്കുക. ഒരു 1/2 സ്പൂൺ കുരുമുളക് പൊടി ചേർക്കുക. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. നമ്മൾ ആദ്യം ഉപ്പിട്ടാണ് ചിക്കൻ വേവിച്ചത്, അതുകൊണ്ട് ഒത്തിരി ആവശ്യം വരില്ല. ഒരു അല്പം മഞ്ഞൾപ്പൊടി കൂടി ചേർക്കാം. ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ആവശ്യമുള്ളവർക്ക് ചേർക്കാം. അതുപോലെ ഗരം മസാല ആവശ്യമുള്ളവർക്ക് ചേർക്കാം. ഇതിപ്പോൾ ലെമൺ ജ്യൂസാണ്. ഇത് കുറച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇത് നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്കൊരു പേസ്റ്റ് പോലെ ആക്കിയെടുക്കാം. ഈ ഗ്രേവിയുടെ ഈ ചിക്കൻ വേവിച്ച ജ്യൂസ് ഉണ്ടാവും, അത് ഒഴിച്ചു കൊടുത്ത് നമുക്ക് ഇളക്കിയെടുത്താൽ മതി. ചിക്കൻ സ്റ്റോക്ക് വെച്ചിട്ട് നമുക്ക് ഒഴിച്ചെടുത്ത് ഇതുപോലെ ആക്കിയെടുക്കാം. ഇനി നമുക്ക് ചിക്കൻ കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്ത് വയ്ക്കുക. ഒരു അരമണിക്കൂർ നമ്മളിങ്ങനെ വച്ചേക്കുക. അപ്പോൾ ഇതെല്ലാം ഇതിൻ്റെ ഉള്ളിലേക്ക് നന്നായി പിടിച്ച് കിട്ടും. ഇതിപ്പോൾ അരമണിക്കൂറൊക്കെ കഴിഞ്ഞു. ഇനി നമുക്കിതെടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനൊരു പാൻ അടപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചിക്കൻ കഷ്ണങ്ങൾ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഓൾറെഡി ഇതിൻ്റെ ഉള്ളൊക്കെ വെന്തിരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ പുറം ഒന്ന് ക്രിസ്പിയായി കിട്ടിയാൽ മാത്രം മതി. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്യാം. ഇപ്പോൾ ഒരു വശം നന്നായി ഒന്ന് ഫ്രൈ ആയി വന്നു കഴിയുമ്പോൾ മറിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ 1-2 തവണ മറിച്ചിട്ട് എല്ലാ സ്ഥലങ്ങളും നല്ല ഫ്രൈ ആക്കി എടുക്കുക. ഒത്തിരി നേരമൊന്നും ആവശ്യം വരില്ല. വേഗം തന്നെ ഈ ചിക്കൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഈ ചിക്കൻ ഫ്രൈ കുട്ടികൾക്കൊക്കെ കഴിക്കാൻ വളരെ സുഖമായിരിക്കും. ഒത്തിരി കഴിക്കാൻ പറ്റും അവർക്കൊക്കെ. അതുകൊണ്ട് ഈ ടൈപ്പിൽ ഉണ്ടാക്കി കുഞ്ഞു മക്കൾക്കൊക്കെ കൊടുക്കാവുന്നതാണ്. അതുകൊണ്ട് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റിയുമാണ്. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതിപ്പോൾ നല്ല ഫ്രൈ ആയിട്ടുണ്ട്. എല്ലാ സ്ഥലവും നന്നായി മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് കഴിക്കുമ്പോൾ ഉള്ളൊക്കെ നല്ല സോഫ്റ്റ് ആയിരിക്കും. എന്നാൽ പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ടിരിക്കുകയും ചെയ്യും. ഇപ്പോൾ നമുക്കിത് കോരി മാറ്റിയെടുക്കാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റിയായ ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. കമൻസൊക്കെ അറിയിക്കുക. താങ്ക് യു.